കട്ട ബ്ലോക്ക് കേട്ടോ, ഒരു രക്ഷയില്ല. ഫ്രണ്ടിൽ ഏതോ വരുന്ന പയ്യെ പോണോണ്ട് നമ്മളെല്ലാം പാൻ്റെ ബാക്കിൽ നിന്ന് ഫോളോ അപ്പ് പോയിക്കൊണ്ടിരിക്കുക. ആ സൂപ്പർ സീനറി, ഒരു രക്ഷയില്ല. കണ്ട മലകൾ കണ്ട. വെൽക്കം ടു വയനാട്. അപ്പോൾ ഇതാണ് കരിന്തണ്ടൻ സ്മാരകം. ഇതിൻ്റെ വലിയൊരു കഥയുണ്ട് ഇതിൻ്റെ ബാക്കിലായിട്ട്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇത് കാണുന്നത് നമ്മൾ ദൈവമായിട്ടാണ്. ദൈവമായിട്ട് കണ്ടാൽ നമുക്ക് നല്ലൊരു ഐശ്വര്യം കിട്ടും. ആ ചങ്ങല ആരെങ്കിലും പൊട്ടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ ദൈവം എന്നുള്ള ആള് പിശാചായിട്ട് മാറും. ആനയെ കണ്ടിടേ, സൂപ്പർ ഏട്ടാ. 3 ആനയുണ്ട്. അത് കാട്ടി ഇറങ്ങി പോയാൽ നമുക്ക് പോവാം. അതവിടെ നിൽക്കണമെങ്കിൽ നമ്മൾ നിൽക്കേണ്ടേ, വിളിക്കുക. വേറെ ഒന്നും ചെയ്യാൻ പറ്റൂല. എന്തെങ്കിലും പാട്ട് പാടക്കണം. അത് ഈ പാട്ട് മഹാഗണപതി. നമ്മളങ്ങനെ കറക്റ്റായിട്ട് മാപ്പ് നോക്കി തെറ്റാപ്പിക്കൊണ്ടിരിക്കുകയാണ്. സംഭവം നമ്മൾ നേരത്തെ തിരിയേണ്ടായിരുന്നു ഹൈവേന്ന്. സർവീസ് റോഡ് കയറാതെ മിസ്സായി ലാസ്റ്റ് ഒരു സർവീസ് റോഡ് കയറി ലെഫ്റ്റ് എടുത്ത് ഒരു കാട് വഴി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇളനാട് റോഡ് എന്നാണ് കാണിക്കുന്നത് മാപ്പിൽ. ഇവിടെ നല്ല മഴയുണ്ട്. അപ്പോൾ മഴ കാരണം കുറച്ച് പേടിയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പേടിയൊന്നുമില്ല. നല്ല ഹെവി മഴയായി പടി വരും. ഭയമല്ലേ. അപ്പോൾ ഈ ലൊക്കേഷൻ ആ ജില്ലയുടെ പറഞ്ഞപ്പോൾ പാലക്കാട് ജില്ലയാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പം നേരെ പോയി കയറുന്ന മഞ്ചേരി, അവിടെ നിന്ന് മുക്കം, താമരശ്ശേരി. ഇതാണ് പോകുന്ന റൂട്ടും കാര്യങ്ങളൊക്കെ. പ്രാത വീട് പറയില്ലേ, ഉപ്പു ആകാശഗംഗ സിനിമ വീട് പറയും. ഇതാണ് ട്വിസ്റ്റ് അല്ലേ. എങ്ങനെ പോകണം, വഴി തിരിഞ്ഞ് കറങ്ങി എവിടെയെങ്കിലും പെട്ടുപോയി നമ്മൾ, അതൊക്കെയാണ് കണ്ടന്റ്. പാലക്കാടൻ മട്ട കൃഷി സ്ഥലങ്ങളാണ് അതൊക്കെ. പാലക്കാടൻ മട്ട ഒരു ഫേമസ് അരിയാണ്. ഇവിടെ നിന്ന് കൃഷി ചെയ്ത് കൊണ്ടുപോകണം അല്ലേട്ടാ. അപ്പോൾ നല്ല മഴ കൂടിയിട്ടുണ്ട്. അങ്ങോട്ട് പോകുന്നതോറും മഴ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളതിനെ ഫുഡ് കഴിക്കാൻ എത്തിയിട്ടുണ്ട്. നല്ല വിശപ്പ് എല്ലാവർക്കും. എന്ത് കഴിക്കാം, ബിരിയാണി കഴിക്കാൻ, ചോറ് കഴിക്കാനാ. അപ്പോൾ പുള്ളിക്കാൻ വ്രതമാണ്. അപ്പം ചേട്ടന് വേണ്ടി നമുക്ക് എല്ലാവരും വെച്ചാലും കഴിക്കാം. ഒരാളെ കൊതിപ്പിച്ച് കഴിക്കാൻ പാടില്ലല്ലേ ബിരിയാണി ഒന്നും. അങ്ങനൊന്നുമില്ല. ഇത് ബാറുണ്ടല്ലോ ഇവിടെ അല്ലേ. വേണമെങ്കിൽ അടിച്ചിട്ട് പോകായിരുന്നു. ഓക്കെ, ഇറങ്ങാം, വെളിയിറാം. ഇപ്പം മഴ കിട്ടും. ഓരോ ഏരിയയിൽ ഓരോ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ. പിന്നെ ട്രാവൽ മഴ വേണം, അപ്പോഴേ ആ ട്രാവലിനൊരു നല്ല വൈബ് കിട്ടുള്ളൂ. ഓക്കെ, ഇതാണ് റെസ്റ്റോറൻറ്റ്. നല്ല വലിയ വിളക്കുണ്ടല്ലോ അഞ്ചടിപ്പുകത്തിൽ. നമ്മളെ പ്രവീൺ വ്ളോഗ് എന്തായിട്ടാ നിർത്തിയാ? സംഭവം പുള്ളിക്കാരൻ കുറച്ച് നേരത്തേക്ക് ഓഫീസ് മോഡായി പോയി അല്ലേ. ഓക്കെ, സീറ്റിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി കഴിച്ചാൽ മതി. എന്തെങ്കിലും ഓർഡർ ചെയ്ത് നല്ല വൃത്തിയായി കഴിക്കണം, പക്ഷെ കഴിക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് ചിക്കൻ ബിരിയാണി, സലാഡ്, അച്ചാറ്, ചപ്പാത്തി. ഇവിടെ ചപ്പാത്തി, മഷ്റൂം കറി. അവിടെ ബൊറോട്ട മാത്രമേ ഉള്ളൂ, വേറെ കറിയൊന്നുമില്ലേ? ഇപ്പോൾ വെറും ബൊറോട്ടയും പച്ചവെള്ളം കുടിച്ചാണ് വേറെ നടക്കുന്നത്. ചേട്ടാ ചൂട് ബിരിയാണി കൈ വയ്ക്കാൻ പറ്റില്ല, ചൂടാണ്. അങ്ങനെയുണ്ട് ചപ്പാത്തി. ഇവിടെ സൂപ്പർ. സംസാരിക്കാൻ പറ്റുന്നില്ല, പറയാൻ വാക്കുകളില്ല. കയറി ഭയങ്കര മഴ, ഒരു രക്ഷയില്ല. അപ്പോൾ പെട്ടെന്ന് മഴ പെയ്യുന്നു, പെട്ടെന്ന് നിൽക്കണം അല്ലേ ഏട്ടാ. ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മൊത്തം എല്ലാം എത്ര ഏട്ടാ? 830. അപ്പോൾ ഈ ഹോട്ടലിലെ പേര് രാജ് റിജൻസിയാണ്. നല്ല ഫുഡ്, കൊള്ളാം, കുഴപ്പമൊന്നുമില്ല, സൂപ്പർ. നല്ല ക്വാണ്ടിറ്റി ഉള്ള ബിരിയാണിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല എരിവുണ്ട്. ഈ ലൊക്കേഷൻ്റെ പേര് പഴയന്നൂറാണ്. ഈ ഭാഗത്ത് ആരെങ്കിലും വരണമെങ്കിൽ ഇവിടെ കയറി കഴിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പഴയ പോലെ ആ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മഴയുണ്ട്, ഒരു രക്ഷയില്ല. വണ്ടി ഓടിക്കുന്നത് പ്രവീൺ ചേട്ടൻ. ഇപ്പുറത്തെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് കൃഷി ചേട്ടൻ ഉണ്ട്. നമ്മൾ പ്രവീൺ ചേട്ടന് ഫുഡ് കഴിക്കാൻ ലേറ്റായി പോയി, അതുകൊണ്ട് കുറച്ച് ഷുഗർ ഒന്ന് കുറഞ്ഞു തോന്നുന്നു. ഇപ്പോൾ ഓക്കെ. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ നമുക്ക് യങ് ആയിട്ട് കുഴപ്പമില്ല, അവർക്ക് കുറച്ച് ഏജ് ആൾക്കാരല്ലേ, അതുകൊണ്ട് കുറച്ച് പെട്ടെന്നല്ലേ ഏജ് എന്ന് പറയുമോ? അല്ലല്ല, അങ്ങനെ പറഞ്ഞല്ല, അത്രേ ഉള്ളൂ അല്ലേ. അപ്പൊ ഇനി 24. മഴയത്ത് നിൽക്കും, വെയിലത്താണ് ഞാൻ നിൽക്കുന്നത്. താമരശ്ശേരി ചുരം കയറണമെങ്കിൽ മഴ വേണം സത്യം. കാരണം എങ്കിലും ആ ഒരു പുകയ്ക്കകത്തൂടെ വണ്ടി ഇങ്ങനെ പൊത്തു പോകണം, ഫോഗി വൈബ്. അപ്പൊ ഈ മഴ എന്തായാലും നമുക്ക് നല്ല ബോണസ് ആണ്. ഈ മഴ ഉണ്ടെങ്കിൽ ആ ഒരു ട്രിപ്പ് സൂപ്പർ ആയിക്കോളും. അങ്ങനെ താമരശ്ശേരി അങ്ങോട്ട് കയറാനായിരിക്കും. പിന്നെ വൈബ് ഇതാ, ഇത് കൂള് വൈബ് ഇതാ. അപ്പോൾ ഇതാണ് ഭാരതപ്പുഴ. കണ്ടോളൂ, ഫോറിൻ കൺട്രി എന്ന് പറഞ്ഞ കിളികളാണ് അവിടെ ഇരിക്കുന്നത്. ദേശാടന കിളി എന്ന് പറയും. അതായത് 800 കിലോമീറ്റർ അവിടെ ട്രാവൽ ചെയ്ത് ഇവിടെ എത്തി നിൽക്കുകയാണ്. ഭാരതപ്പുഴയുടെ ഒരു 1/4 ഭാഗം മാത്രമേ നദി ഒഴുകി പോകുന്നുള്ളൂ, 3/4 ഭാഗം വെള്ളം ഇല്ല. അപ്പോൾ എന്തായാലും ഇനി ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോൾ നല്ല വെള്ളം കയറി നിറഞ്ഞു നിൽക്കും. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം മലപ്പുറം ജില്ലയിലെ മഞ്ചേരിക്ക് മുമ്പായിട്ട് വള്ളിക്ക
വള്ളിക്കാപ്പറ്റ എന്ന ലൊക്കേഷനിൽ നിൽക്കുകയാണ്. വയലോര ഹോട്ടലിൽ ഒരു ചായ കുടിക്കാൻ വേണ്ടി നിൽക്കുക നമ്മളിപ്പം. ഇത് വയലോരം ഹോട്ടൽ. അപ്പോൾ ആഹാരം കഴിച്ച് ട്രാവൽ ചെയ്യുമ്പോൾ ചെറുതായിട്ടൊരു ഗ്യാസ് കയറുമ്പോൾ ഫീൽ കുഴപ്പമില്ല, വലിയ വിഷയമില്ല. പിന്നെ നമ്മൾ വണ്ടിയുടെ ഫ്രണ്ട് ചെയ്യുന്ന കുഴപ്പമില്ല, ബാക്കി ഇരിക്കുമ്പോൾ ചെറുതായിട്ടൊന്നും ഇങ്ങനെ വളഞ്ഞ് പോകുമ്പോൾ കുറച്ചൊരു എന്താ പറയുക, ഒരു ഉറക്കവും പറഞ്ഞ് ഒരു ബാധ്യത ഫീലായിരുന്നു. കുഴപ്പമില്ല, കുറച്ച് നേരം ഒന്നും വെളിയിറങ്ങി നിൽക്കുമ്പോൾ ശരിയായിക്കോളൂ അല്ലേ. അപ്പോൾ ഉള്ളിവട ഉണ്ട്, പഴംപൊരി ഉണ്ട്, കേസരി ഉണ്ട്, 3 ഐറ്റം കടിയുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ചായയും കുടിച്ചുകൊണ്ട് ഇങ്ങനെ വയലും കണ്ട് നിൽക്കാം. നല്ലൊരു ലൊക്കേഷനാണ് ഈ ഹോട്ടൽ. എയർ കൂളർ ഉണ്ടല്ലോ, കൊള്ളാലോ. ചായ കൊള്ളാം, കുറച്ച് മധുരം കൂടി പോയി. കേസരിയാണല്ലേ ഇത്? സേമിയൊക്കെ ഉണ്ടല്ലേ? ഇത് വേറെ ടൈപ്പ് കേസരിയാണ്, നമ്മൾ ഉപ്പുമാവ് അവിടുത്തെ കേസരി പോലെയല്ല. ഇതിൽ സേമിയ ഉണ്ട്, പഴമുണ്ട്, പിന്നെ വേറെ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട്. കഴിച്ചോട്ട് ഉള്ളി വിടാല്ലേ. ഉണ്ട് കേസരി. ഓക്കെ, ഇപ്പോൾ പോകുന്ന അങ്ങനെ നമ്മൾ വയലോര ചായക്കടയിൽ നിന്ന് ചായ കുടിച്ചായിരുന്നു. 3 കടി 3 ചായ, മൊത്തം 60 രൂപയായിട്ടുണ്ട്. പറഞ്ഞു ചേട്ടാ, ഇപ്പം എങ്ങനെയുണ്ട് ബോഡി? നല്ല എനർജി ആയില്ലേ? അപ്പൊ കറക്റ്റ് സമയത്ത് ആഹാരം കഴിച്ച വേറെ വിഷയമില്ല അല്ലേ? അത്ര തന്നെ തിന്നോണ്ട് പോവാം. പടയ്ക്ക് മുന്നേ എന്താ പറയല്ലോ, പന്തിക്ക് മുന്നേ പടയ്ക്ക് പിന്നെ. ഓക്കെ പോന്നാ, ബാ കമോൺ, ക്വിക്ക്. ഈ വെള്ള കളറിനോട് അതിനൊരു ആകർഷണമാണ്. എപ്പോഴും നമ്മള് പത്രവാർത്ത ഫോട്ടോ ശ്രദ്ധിച്ചത് ഞാനെ കുത്തിമറിക്കുന്ന ഫോർച്യൂണർ, ഇന്നോവ, ഏത് കാർ എടുത്താലും മിക്കവാറും മോസ്റ്റ്ലി 90% വൈറ്റ് ആയി. കേട്ടല്ലോ, ഇതൊരു വലിയ ഇൻഫർമേഷൻ ആണ്. ഇപ്പോൾ വെള്ള വണ്ടി കണ്ടു കഴിഞ്ഞാൽ ആനയ്ക്ക് പിടിക്കില്ല. അപ്പോൾ ഇനി ആരെങ്കിലും വെള്ള വണ്ടി കൊണ്ട് നമ്മൾ അങ്ങോട്ട് പറഞ്ഞാൽ പെയിന്റ് അടിച്ച് മാറ്റിയാൽ മതി കേട്ടാ. അപ്പോൾ നമ്മൾ ഉള്ളതുകൊണ്ടില്ല ഏട്ടാ, എന്തായാലും ആന വരാതിരിക്കട്ട് അല്ലേ. നമ്മളെ വണ്ടി സേഫായിട്ട് പോയിട്ട് തിരിച്ച് സേഫായിട്ട് വരണം, അത്രേ ഉള്ളൂ. ദൈവമേ കത്തുണ്ടേ, പഴം കാണിക്കണമതേ. ഓക്കെ, മണി ഇപ്പോൾ കറക്റ്റ് 5:40 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് താമരശ്ശേരി അടിവാരത്ത് നിൽക്കുകയാണ്. ഇവിടുന്ന് കറക്റ്റ് 8 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ മല കയറാനായിട്ട്. എത്താറായി. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇത്ര നേരം ഭയങ്കര കോമഡികളാണ് കാറിൻ്റെ അകത്ത്. എൻ്റെ അമ്മ ചിരിച്ച് മരിച്ച് കേട്ടാ. ഇതൊന്നും കാണിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എന്ത് ചെയ്യാൻ, നമ്മുടെ ചാനൽ കുറച്ച് ഡീസൻ്റായി പോയിക്കൊണ്ടിരിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ കാണിക്കായിരുന്നു. നല്ല കോമഡി തന്നെ, പക്ഷെ എന്നാലും വേണ്ട, അതൊക്കെ വേണ്ട. നമുക്ക് അടുത്ത വേറൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്താൽ കാണിക്കാം. ഓക്കെ, പ്രവീൺ ചേട്ടാ വ്ളോഗ് ചെയ്യണില്ല. എന്താ എന്ത് പറ്റി? വ്ളോഗ് ചെയ്യണ്ടേ? മടിച്ചു ചേട്ടാ. കട്ട ബ്ലോക്ക് കേട്ടോ, ഒരു രക്ഷയില്ല. വണ്ടികളൊക്കെ പതുക്കെയാണ് പോണത്. ഫ്രണ്ടിൽ ഏതോ വരുന്ന പയ്യെ പോണതുകൊണ്ട് നമ്മളെല്ലാം പാൻ്റെ ബാക്കിൽ നിന്ന് ഫോളോ അപ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോയി എപ്പോഴാണ് പോയി ചേർന്നത്? സത്യം പറഞ്ഞാൽ ഇതുപോലത്തെ റോഡൊക്കെ 1 വേ ആക്കണം അല്ലേ. ഇപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുൾ വെസ്റ്റേൺ ഗട്ട്സ് ആണ്. അതായത് വെസ്റ്റേൺ ഗട്ട്സിന് മൊത്തം കിലോമീറ്റർ പറഞ്ഞാൽ 1600 കിലോമീറ്റർ ആണ്. ഇവിടെ നിന്ന് കന്യാകുമാരി മുതൽ ഗുജറാത്ത് വരെ. അപ്പോൾ ഏറ്റവും ഹയസ്റ്റ് പീക്ക് പറഞ്ഞ ആനമുടിയിലാണ്. അവിടെ പോണത് ഭയങ്കര ആഗ്രഹമുണ്ട് ഒരു സാവട്ട്. വയനാട് എന്ന് പറഞ്ഞാൽ ഫുൾ കാടുള്ള ഏരിയയാണ്. ഇവിടെ ഒരു വലിയൊരു ഹൊറർ സ്റ്റോറി ഉണ്ട്, ഞാൻ പോണ വഴിക്ക് പറഞ്ഞുതരാം. അമ്പൽസ്വറിനെ പയ്യെ ഒതുങ്ങിക്കോ. ഓവർടേക്ക് ഭയങ്കര പാടാണ് കേട്ടോ. അത്രേ ഉള്ളൂ കയറിപ്പോട്ടെ. ആ സൂപ്പർ സീനറി, ഒരു രക്ഷയില്ല. കണ്ട മലകൾ കണ്ട, എന്ത് ഹൈറ്റ് നിൽക്കണത്, മഞ്ഞും മലകളായിട്ടൊക്കെ. ഇതൊക്കെ കണ്ട് പോണ സുഖമൊന്നും വേറെ ലെവലാണല്ലേ. സത്യം പറഞ്ഞാൽ ടെൻഷൻ അടിച്ചിങ്ങനെ ജോലിയിൽ ഇടയ്ക്കൊന്ന് ഫ്രീ ആയിട്ട് ഇതുപോലെ പോകുമ്പോഴാണ് എന്തെങ്കിലും സന്തോഷം കിട്ടണം മനസ്സിനകത്ത്. ഒരു ദിവസം പറഞ്ഞ ഫാമിലി ആയിട്ട് ഇതുപോലെ. അമ്മ ഒരു രക്ഷയിലാട്ടാ പോളെ. ഇവിടെ നിന്ന് കാണാൻ എന്ത് രസമല്ലേ. ഹൈറ്റ് കൂടുന്തോറും സൗന്ദര്യം കൂടിക്കൊണ്ടിരിക്കുകയാണ് പ്രകൃതിയിലെ അല്ലേട്ടാ. എന്തെങ്കിലും പറയട്ടാ, ഒരു പോയറ്റിക്കായ വാക്കുകളൊക്കെ. അതേ വണ്ടി സ്പീഡിൽ പോകണ്ട, എന്ത് ചെയ്യാൻ, തള്ളി വിട്ടാലേ പറ്റൂ വാക്കുകളൊക്കെ. ഇതാണ് ഒരു വ്ളോഗറെ വന്ന് പാടുന്നറിയാമോ. അതുപോലെ ആൾക്കാരോട് പോകുമ്പോൾ നമ്മൾ പറഞ്ഞ വാക്കുകളൊക്കെ അവർക്ക് ഭയങ്കര കോമഡി ആയിരിക്കും. നമ്മളെ കളിയാക്കി പിന്നെ നമ്മളെ ഉള്ള ധൈര്യം കൂടെ പോകും. ക്യാമറ നല്ല ഹൈറ്റിൽ വെച്ചിട്ടുണ്ട്, ഒരു 7 അടി പൊക്കത്തിൽ. അപ്പം നല്ലൊരു വ്യൂ കിട്ടും എന്തായാലും. അതായത് ഓരോ ഹെയർ പിൻ വളവ് കയറുമ്പോഴും ഓരോ 10 അടി കയറിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി ഒതുക്കി നിർത്തി കാണുന്ന ആഗ്രഹമുണ്ട്. പിന്നെ ഇവിടെ സമയം ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോൾ നേരെ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ട് എൻട്രി ഇല്ല, നമ്മൾ പോകുന്ന റിസോർട്ടിലോട്ട്. അതുകൊണ്ട് നേരത്തെ വരാൻ പറഞ്ഞിരിക്കുകയാണ്. വെൽക്കം ടു വയനാട്. ഓക്കെ, നമ്മൾ വയനാട്ടിലോട്ട് എൻട്രി ആയിട്ടുണ്ട്. ഇവിടെയാണ് ചെയിൻ ട്രീ ഉള്ളത്. അടുത്തായിട്ട് ചെയിൻ ട്രീ എന്ന് പറയുന്ന സംഭവമുണ്ട്. ഒരു ഹൊറർ സ്റ്റോറിയാണ്, ഞാൻ പറഞ്ഞുതരാൻ പോകുന്ന വഴിക്ക്. അപ്പോൾ ഇതാണ് കരിന്തണ്ടൻ സ്മാരകം. കരിന്തണ്ടൻ മൂപ്പൻ 1750 മുതൽ 1799 വരെ ജീവിച്ച ആളാണ്. ഇതാണ് സ്റ്റോറി.
ഇംഗ്ലീഷിലും ഉണ്ട് മലയാളത്തിലും ഉണ്ട്. അപ്പോൾ ഈ പുള്ളിക്കാരനെ കൊന്നത് ബ്രിട്ടീഷുകാരാണ്. അതിൻ്റെ മെയിൻ കാരണം അന്ന് ഏകദേശം 200 വർഷങ്ങൾക്ക് മുമ്പ് ഈ വയനാട് ചുരം ഡിസൈൻ ചെയ്യാൻ ബ്രിട്ടീഷ് എഞ്ചിനീയർമാരെ കൊണ്ട് കഴിഞ്ഞില്ല. അപ്പോൾ ആദിവാസി മൂപ്പനായ ഈ കരിന്തണ്ടൻ്റെ സഹായം തേടുകയുണ്ടായി. അപ്പോൾ അയാളാണ് ഏതൊക്കെ വഴികളിലൂടെ പാറയും തടസ്സങ്ങളും ഇല്ലാതെ ഇത് ചെയ്യാം എന്ന് പറഞ്ഞു കൊടുത്തത്. അയാളുടെ സഹായത്തോടെ പണി പൂർത്തിയായതിനു ശേഷം അയാളെ ചതിയോടുകൂടി വിളിച്ച് കാട്ടിൽ വരുത്തി അയാളെ കൊലപ്പെടുത്തുകയായിരുന്നു. കാരണം ഇതിൻ്റെ ക്രെഡിറ്റ് പകുതി അയാൾക്ക് പോകും എന്ന് ബ്രിട്ടീഷുകാർ ഭയപ്പെട്ടിരുന്നു. അപ്പോൾ അതിനുശേഷം ഈ കരിന്തണ്ടൻ്റെ ആത്മാവ് ഈ ചുരത്തിലുണ്ടായിരുന്ന പല വാഹനങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും അങ്ങനെ തുടർച്ച അപകടങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. അതിനുശേഷം ഏതോ പ്രഗത്ഭരായ ആൾക്കാരെ കൊണ്ടുവന്ന് ആത്മാവിനെ ആവാഹിച്ച് ആ ചങ്ങലയിൽ തളർച്ചയൊക്കെയാണ്. ആ ചങ്ങല കാണുന്നുണ്ട് മരത്തിന് മുകളിൽ. ഇതൊക്കെ സംഭവം ഉള്ളതായിരിക്കില്ലടാ, ഉള്ളതായിരിക്കില്ലേ? ഉള്ളത് തന്നെ. അപ്പോൾ ഇത് സംഭവം ദുർമരണം ആയതുകൊണ്ട് പുള്ളിയുടെ ആത്മാവ് ഇവിടെ പല വഴിക്ക് നിൽക്കാനായിട്ട് കണ്ടിട്ടുണ്ട് ആൾക്കാർ. അപ്പോൾ പെട്ടെന്ന് ഈ വണ്ടി പോകുന്ന ആൾക്കാരൊക്കെ പെട്ടെന്ന് പേടിച്ച് അപ്പോൾ കുറേ ആക്സിഡൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആണി അടിച്ച് ചങ്ങലയിൽ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇനി ഈ ചങ്ങല പൊട്ടിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് പുള്ളിക്കാരൻ ഒരു കംബാക്ക് എടുക്കും. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ചെയിൻ ട്രീ വയനാട് യൂട്യൂബിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇനിയും കൂടുതൽ കഥകൾ കിട്ടും ഇതിനെപ്പറ്റി എല്ലാം അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കറിയാവുന്ന കഥ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഉള്ള സംഭവങ്ങളാണ്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇത് കാണുന്നത് നമ്മൾ ദയവായിട്ടാണ്. ദയവായിട്ട് കണ്ടാൽ നമുക്ക് നല്ലൊരു ഐശ്വര്യം കിട്ടും. അതേ സമയത്ത് നമ്മൾ ആവശ്യമില്ലാത്ത വേറെ കാണിക്കാൻ പോയി കഴിഞ്ഞാൽ പണി തന്നെ. അപ്പോൾ ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. ആ ചങ്ങല ആരെങ്കിലും പൊട്ടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ ദൈവം എന്നുള്ള ആൾ പിശാചായിട്ട് മാറും. അപ്പോൾ കരിന്തണ്ടൻ മൂപ്പൻ പോയിട്ട് രാമേ, ബൈ ബൈ, സി യു. ദൈവമേ കാത്തോണേ. കയ്യിലൊരു വാളുണ്ട്, കയ്യിലൊരു കമ്പുണ്ട്. ഇതാണ് പുള്ളിയുടെ ആയുധം. നമ്മൾ തന്നെ ഫുൾ കാട്ട്, അതായത് ഫുൾ ഫോറസ്റ്റിലൂടെ എൻട്രി ആയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് പോകുന്ന ഓരോ വഴിക്കും എന്തെങ്കിലുമൊക്കെ കാണുമെന്ന് പ്രതീക്ഷിക്കാൻ പോകുന്നത് കാണും ഉറപ്പായിട്ട് അല്ലേ. ചിലപ്പോൾ കരടി ആയിരിക്കാം, ചിലപ്പോൾ ആനയായിരിക്കാം. ഇപ്പോൾ ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 30 കിലോമീറ്ററാണ്. നമുക്ക് വേണമെങ്കിൽ 40 പോകാം, കുഴപ്പമൊന്നുമില്ല അല്ലേ? 40 പോകാതിരിക്കണേ അല്ലല്ലേ, 30 അല്ലേ കറക്റ്റ്? കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രത്യേകിച്ച് ഇത് കയറി വഴിയിൽ നിന്ന് കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല. നമ്മൾ കൊണ്ടുവന്ന് ഇതിനെ തട്ടിയാലും നമ്മൾ തന്നെ അകത്തു പോകും. ഇതൊന്നും നമ്മൾ ഇടിച്ചാലും നമ്മൾ അകത്തു. കാട്ടുപത്തൊക്കെ നടന്ന് ഇറങ്ങി തരും ചിലപ്പോൾ പെട്ടെന്ന്. അതിൽ മാവൊക്കെ ഉണ്ടല്ലോ, ചാടി ക്രോസ് ചെയ്യും. അതാണ് നിർത്താൻ പറ്റില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ റൂട്ടിൽ പോകണം കേട്ടോ. ഒരു പുതിയ ഫീൽ ആയിക്കണ്. ഒരു എന്ത് പറയാൻ കൊള്ളാം, ത്രില്ലായിക്കണം കേട്ടോ. ഒരു രക്ഷയില്ല. ഒറ്റയ്ക്കാണ് വന്നെങ്കിൽ പാടിച്ചാനെ. ആന വന്നു കഴിഞ്ഞാൽ നമ്മളുണ്ടെന്ന് പറഞ്ഞ് തിരിച്ചു പോയൊന്നുമില്ല. അത് ശരിയാണല്ലേ. എന്നാലും ഒറ്റയ്ക്ക് ചാവണ്ടല്ലോ. അതല്ല എന്റെ വിഷമം. അങ്ങ് ചത്തങ്ങ് പോയാലും സുധീഷിന്റെ ഈ തള്ളു അങ്ങനെ. ആനയെ കണ്ടിടേ, സൂപ്പർ ഏട്ടാ. 3 ആനയുണ്ട്. നമ്മളൊന്നും ചെയ്യൂല. സൂം ചെയ്ത് നോക്കല്ലേ. വേറെ വിഷയമൊന്നുമില്ല. അത് അതിൻ്റെ പാട്ട് നിൽക്കണ്. നമ്മൾ നമ്മുടെ പാട്ട് നിന്ന് കഴിഞ്ഞാൽ ഒന്നും ചെയ്യൂല. അല്ലാതെ അതിൻ്റെ അടുത്ത് പോയി വല്ല ചൊറിയാൻ പോയി കഴിഞ്ഞാൽ വിധി. ആന ഒതുങ്ങല്ലേ നമ്മളെ കണ്ടോ പയ്യ. പിന്നെ കുഴിയാനല്ലത്. ഇപ്പം എന്ത് ചെയ്യാം? നമ്മൾ നിൽക്കണോ പോണോ? നിൽക്കുമല്ലേ. ഇപ്പം പോകാൻ പാടില്ല. അത് കാട്ടി ഇറങ്ങി പോയാൽ നമുക്ക് പോവാം. അതവിടെ നിൽക്കണമെങ്കിൽ നമ്മൾ നിൽക്കേണ്ടതന്നെ. വിളിച്ച് വിളിക്കുക. വേറെ ഒന്നും ചെയ്യാൻ പറ്റൂല. പിള്ളയാറപ്പാ പിള്ളയാറപ്പാ എന്തെങ്കിലും പാട്ട് കൊടുക്കണം. അത് ഈ പാട്ട് മഹാഗണപതി. എന്ത് ചെയ്യാൻ? വണ്ടി പോകണോ വേണ്ടി അടിച്ചോണ്ടിരിക്കുകയാണ്. ജീപ്പുകാരൻ ഡിമ്മും ബ്രൈറ്റും അടിച്ച് വരുന്നുണ്ട്. അവൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോകാം. ആദ്യം പോട്ടെ വണ്ടി. അയ്യോ പോലോ. മഴ ലൈറ്റ് വർക്കാനാ? അങ്ങനൊന്നുമില്ല. എങ്ങനെ വന്നോ അങ്ങനെ പോണോ. ലൈറ്റ് ഓക്കെ, നമ്മളെ ലൊക്കേഷൻ എത്താറായിട്ടുണ്ട്. നമ്മളെ റിസോർട്ട് അഗ്രഹാരം റിസോർട്ട്. അപ്പോൾ വന്ന സ്ഥിതിക്ക് നമുക്ക് ആനയെ കാണാൻ പറ്റി ലക്കിന്. ഈ നാളെ വേണമെങ്കിൽ എന്തെങ്കിലും കാണാം. കടുവയോ പോത്തോ എന്തെങ്കിലും. കടുവയാണ് സൈഡിൽ ഇറങ്ങുന്നത്. ഓക്കെ, നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ക്യാൻറ്റീൻ. ഇവിടെ പോയി ആഹാരം കഴിച്ചിട്ട് നമുക്ക് നേരെ റൂമിലോട്ട് പോകാം. ഓക്കെ, ഇവിടെ തണുപ്പ് വലിയ കുഴപ്പമില്ല. ഒരു 23 ഡിഗ്രി സെൽഷ്യസ് തണുപ്പുണ്ട്. മീഡിയം ലെവൽ തണുപ്പുണ്ട്. നല്ല കാറ്റുണ്ട് സൂപ്പറായിട്ട്. ഇവിടെ ഗെയിംസൊക്കെ ഉണ്ടാ കൊള്ളാമല്ലോ. ക്യാരം ബോർഡ് ഉണ്ട്, ടേബിൾ ടെന്നീസ് ഉണ്ട്, ഇൻഡോർ ഗെയിംസൊക്കെ ഉണ്ട്. ഇവിടെ ഒന്ന് കളിക്കാം. ചിക്കൻ കറി ഉണ്ട്, ചപ്പാത്തി ഉണ്ട്, ചിക്കൻ 65. എവിടെ? ഇവിടെ സംഭവം സൂപ്പറാണ്. ചപ്പാത്തി ഒരു രക്ഷയില്ല, സോഫ്റ്റായി. ഓക്കെ, നമ്മൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ വയറ് നിറഞ്ഞ് സൂപ്പർ ചപ്പാത്തി കേട്ടാ.
നല്ല 3 ചപ്പാത്തി, ചിക്കൻ കറി, ചിക്കൻ പൊരിച്ചെല്ലാം കഴിച്ച് നല്ല തൃപ്തിയായിട്ടുണ്ട്. ഇനി കിടന്ന് ഉറങ്ങിയാൽ മതി. നേരത്തെ പോയി ഉറങ്ങണം. കാരണം നമ്മൾ ഇന്നലെ രാവിലെ നേരത്തെ കഴിച്ചാണ്. ഇന്ന് രാവിലെ നേരത്തെ കഴിച്ചാണ്. 6 മണിക്ക് കഴിച്ച്. ഉറങ്ങിയത് 1 മണിക്കായിരുന്നു. അപ്പോൾ 5 മണിക്കൂർ ഉറങ്ങിയുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ നല്ല നേരത്തെ ഉറങ്ങണം. പറ്റുമെങ്കിൽ എഡിറ്റ് ചെയ്യണം. കുറച്ച് എഡിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ പറഞ്ഞ് ഉറങ്ങാം. ഓക്കെ, പോകാം ബാ. അപ്പോൾ ഇതാണ് റൂമും കാര്യങ്ങളൊക്കെ. അതേപോലെ കിങ് സൈസ് ബെഡുണ്ട്, TV ഉണ്ട്, പിന്നെ കബോർഡ്, ബാത്റൂം എല്ലാം സെറ്റപ്പ് ഉണ്ട്. ഇപ്പോൾ ഒന്നും പ്രത്യേകം കാണിക്കേണ്ട ആവശ്യമില്ല. എല്ലായിടത്തും ഉള്ള പോലെ സെയിം തന്നെ. ഇപ്പോൾ ഇവിടെ AC ഒന്നുമില്ല, നല്ല തണുപ്പുള്ള ഏരിയ ആയതുകൊണ്ട് ഫാന് മാത്രമേ ഉള്ളൂ. ഫാൻ ഇട്ടുണ്ട്. ആ റൂം ഞാൻ എടുത്ത് എനിക്ക് കിട്ടിയ റൂം, അതിന്റെ താഴെ ഒരു ഹോളുകളൊന്നും ഫാനിൽ കാറ്റുമില്ല. ഇപ്പോൾ എന്തായാലും ഫാനിൽ കാറ്റുണ്ട്, കുഴപ്പമില്ല. പുറത്ത് ആവശ്യം തണുപ്പുണ്ട്, കുഴപ്പമില്ലാത്ത രീതിയിൽ. അപ്പോൾ ഈ തണുപ്പും ഈ ഫാനും കൂടെ ചേരുമ്പോൾ നമുക്ക് നല്ലപോലെ AC ഫീൽ കിട്ടുമായിരിക്കും അല്ലേ. അപ്പോൾ ഓക്കെ, റൂമെല്ലാം സെറ്റായി. മണി ഇപ്പോൾ കറക്റ്റ് 9:15 അപ്പോൾ കാപ്പൂടി കഴിഞ്ഞ് പിന്നെ ബാക്കിയെല്ലാം ജോലിയും കഴിഞ്ഞ് എത്ര തന്നെ ഇങ്ങനെ ഉറങ്ങിയാൽ മതി. ഓക്കെ, എത്ര തന്നെ. അപ്പോൾ ഇതാണ് നമ്മളെ ബാത്റൂം. കൊള്ളാം, സൂപ്പർ, നല്ല പ്രത്യേകം ഉണ്ട് ആവശ്യത്തിന്. അപ്പോൾ ഇത് കബോർഡ്, ഇവിടെ കണ്ണാടി ഉണ്ട്. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും തുണിയൊക്കെ വെക്കണമെങ്കിൽ വയ്ക്കാം. വച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഒന്നും പറയാനൊന്നുമില്ല. അതല്ലേ, നിങ്ങളൊക്കെ ഇവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരും കേട്ടോ. നമ്മളൊക്കെ വല്ലപ്പോഴും ആണ്ടിനൊക്കെ വന്നില്ലെങ്കിൽ ഇല്ല. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇത് വയനാട് വ്ളോഗ് ഡേ 2 ആണ്. നമ്മൾ നിൽക്കുന്ന സ്ഥലം തിരുനെല്ലി എന്ന ലൊക്കേഷനിൽ റിസോർട്ട്, അഗ്രഹാര റിസോർട്ടിലാണ് നിൽക്കുകയാണ്. അപ്പോൾ സൂപ്പർ റിസോർട്ട്, ഒരു രക്ഷയില്ല. നല്ലപോലെ നല്ല ആംബിയൻസ്, ഫുൾ ഫോറസ്റ്റ് ചുറ്റും കാണിച്ചില്ല പുറത്ത് പോയിട്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്ലാൻ ഇങ്ങോട്ട് പോകണം. നമ്മൾ തിരുനെല്ലി അമ്പലത്തോട്ട് പോവുകയാണ്. ചേട്ടൻ്റെ ബലിയിടാൻ. അപ്പോൾ ചേട്ടൻ്റെ അമ്മയ്ക്ക് ബലിയിടാൻ പോവുകയാണ് ആ കോവിൽ. അപ്പോൾ ആ കോവിലിലെ പഴക്കവും കാര്യങ്ങളും അങ്ങോട്ട് പോയിട്ട് കാണിച്ചു തരാം. 5000 വർഷം പഴക്കമുണ്ടെന്ന് പറയണം അല്ലേടാ. അപ്പോൾ ആ കോവിൽ അത് ക്യാമറ ചെയ്യാൻ പറ്റില്ല, പുറത്തുനിന്ന് കാണിച്ചു തരാം. പിന്നെ ആ കോവിലിലെ മെയിനായ കാര്യം എന്താണല്ലേ, അവിടെ ഒരിക്കൽ ബലി ഇട്ട് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് നമുക്ക് ബലികൾ മുടങ്ങിപ്പോയാലും കുഴപ്പമില്ല. പിന്നീട് ശ്രീരാമന്റെ അച്ഛന് വേണ്ടി ബലിയിട്ട സ്ഥലം എന്നാണ് അതിന്റെ അവിടുത്തെ ഐതിഹ്യം. അതാണ് 5000 വർഷം പഴക്കമുണ്ട്. 5000 വർഷം പഴക്കമുണ്ട്. അങ്ങോട്ട് പോകാം. മണി രാവിലെ 8 മണിയായിട്ടുണ്ട്. നമ്മൾ കുളിച്ച് ഫ്രഷ് നിൽക്കുകയാണ്. ചായ കുടിച്ച് കഴിഞ്ഞ് കാപ്പി കുടിക്കാണ്ട് നമുക്ക് കോവിലിൽ പോയിട്ട് കാപ്പി കുടിക്കാം. ഓക്കെ, അപ്പോൾ പോകുന്നത് ഞാൻ വിഷ്ണു ചേട്ടൻ മാത്രമാണ്. പ്രവീൺ ചേട്ടൻ വരണില്ല. പുള്ളി കുറച്ച് ഉറങ്ങണമെന്ന് പറഞ്ഞിരിക്കുകയാണ്, ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളിയെ ബുദ്ധിമുട്ടിക്കേണ്ട, നമുക്ക് നേരെ കാർ എടുത്തുകൊണ്ട് പോവാം. കമോൺ ഗൈസ്, കൊട്ടൊക്കെ നിൽക്കണം. ഡയലോഗ് പറഞ്ഞല്ലോ. അപ്പോൾ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ച് പൊളിക്കണം. കാരണം ഒരു ഒറ്റ ലൈഫിലേ ഉള്ളൂ. അപ്പോൾ ലൈഫ് അടിച്ച് പൊളിക്കണം ഗൈസ്. കമോൺ ഗൈസ്, കട്ടൊക്കെ നിൽക്കണം. പറയട്ടാ, കട്ടൊക്കെ നിൽക്കാൻ പറ. ഓക്കെ, കഥ പൂട്ടിട്ടുണ്ട്. ലൊക്കേഷൻ കണ്ട പൊളിയല്ലേ നാക്ക്. എൻ്റെ അമ്മ പോയിട്ടാ, ബാബേ സീ യു. ഇവിടെ ഇഷ്ടം പോലെ മരങ്ങളുണ്ടല്ലേ, ചക്ക, മാങ്ങ. ഇതാ ഇവിടെയാണ് വാറ്റിച്ചാറായി വെച്ചിട്ടുള്ളത്. വേണമെങ്കിൽ രാത്രി നടിക്കാം. കോട് കലാപ്പനി അല്ലേ, കോട് കലാപ്പനി. അപ്പോൾ ഇതാണ് ക്യാൻറ്റീൻ. ഇവിടെ കാർ പാർക്കിംഗ്, ഇവിടെ എൻട്രി വരുന്നത്. നമ്മൾ അങ്ങ് റിസോർട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ ഈ റിസോർട്ടിൻ്റെ പേര് മറക്കല് അഗ്രഹാര റിസോർട്ടാണ്. വേണമെങ്കിൽ മാപ്പ് ലൊക്കേഷൻ അയച്ചില്ല. മാപ്പൊന്നും ഇവിടെ വർക്കാവില്ല, ടവറൊന്നുമില്ല. ടവർ കിട്ടും, BSNL കിട്ടും, ജിയോ കിട്ടും, എയർടെൽ കിട്ടണില്ല. ഇതാണ് നമ്മളെ കാർ, ഇന്നോവ ക്രിസ്റ്റ. മല കണ്ട സൂപ്പർ. അങ്ങോട്ട് ട്രക്കിംഗ് ഉണ്ടെന്ന് പറയാണ്. ജീപ്പിലേക്ക് പോകാൻ പറ്റുമെന്ന് പറയാണ്. ട്രക്കിംഗ് പോകാൻ പറ്റും ജീപ്പിൽ. നോക്കാം അല്ലേ, ട്രൈ ചെയ്ത് നോക്കാം. ഇതാണ് ഔട്ട്. ഇതുവഴി പുറത്തിറങ്ങിയ ഫുൾ കാടാണ്. അവിടെ ഹിമഗിരി ഹോംസ് ഉണ്ട്, KTDC റിസോർട്ട് ഉണ്ട്. ഇവിടെ റൈറ്റ് പോണത് നമ്മൾ വന്ന വഴിയാണ്. ഇവിടെ നിന്ന് ഈ യൂട്ടേൺ എടുത്ത് ഇങ്ങനെ പോണതാണ് നമ്മൾ കോവിലോട്ട് പോകുന്ന വഴി. ഇവിടെ നേരെ ഇപ്പോൾ എങ്ങോട്ട് പോകട്ടെ, അമ്പലം. അത് കഴിഞ്ഞാൽ ഡെഡ് എൻഡ് ആണ് അങ്ങോട്ട് അല്ലേ. അവിടെ കോവിൽ പോയിട്ട് ഇങ്ങനെ വരും ഇപ്പം ദിവസവും താമസം അവിടെ തന്നെ. ഓക്കെ, അപ്പോൾ ഷിഫ്റ്റ് ആയിക്കില്ലേ അവിടെ മാറി. ഇവിടെ കുറേ ജീപ്പ് സവാരി ഉണ്ട്. രാത്രിയൊക്കെ ജീപ്പ് സവാരിയിൽ പോയി കഴിഞ്ഞാൽ 3000 ചാർജ് എടുക്കുന്നത്. അവർ ആനയെ കാണിച്ചു തരാം, പുലിയെ കാണിച്ചു തരാൻ കൊണ്ടുപോകും. കാണിച്ചു തരും, പക്ഷെ നമുക്ക് കാണാൻ പറ്റില്ല, അവർക്ക് കാണാമല്ലോ അല്ലേ. ചില ലക്കിൽ കണ്ടില്ലെങ്കില്ല. സത്യം പറഞ്ഞാൽ ഈ വഴി നമ്മൾ വരുന്ന വഴിക്ക് ട്രാവൽ ചെയ്ത് വരുമ്പോൾ തന്നെ കാണാം സുഖമായിട്ട് അല്ലേട്ടാ. ഇതിനു വേണ്ടി പോകേണ്ട ആവശ്യമില്ല. തെക്കൻ കാശിയിലേക്ക് സ്വാഗതം. തെക്കൻ കാശിയാണത്. മുണ്ടുണ്ടോ? മുണ്ട് മുണ്ട് കുറഞ്ഞതും കൂടിയതൊക്കെ നമുക്ക് അമ്പലത്തിൽ ബലിയിട്ട് കഴിഞ്ഞ പിന്നെ ഇതിൽ കയറി പറ്റില്ല. ഓക്കെ, 180 ഉണ്ട്, 200 ഉണ്ട്. 200 എത്ര വേണം സാർ? തോർത്തുണ്ട് മുണ്ട് മാത്രം. ഈ കടയിലെ പേര് മെഗാ സ്റ്റോറാണ്. ഇപ്പോൾ ഇവിടെ മുണ്ട് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങിക്കാം. നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ടായി. ബലിയിടാൻ വരുന്ന ആൾക്കാർ 2 മുണ്ട് വെച്ചേക്കണം. ഒന്ന് കുളിക്കാൻ ഇറങ്ങും മുമ്പായിട്ട്, പിന്നെ കുളിച്ചതിന് ശേഷം. തെക്കൻ കാശിയിലേക്ക് സ്വാഗതം. ഇത് വിഷ്ണു കോവിലാണ് ചേട്ടാ, മഹാവിഷ്ണു കോവിലല്ലേ. വണ്ടി അവിടെ കൊണ്ട് പാർക്ക് ചെയ്യാം, അതാണ് മെയിൻ വിഷയം. ശരി, എവിടെ പോയാലും തിരക്കെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം നമ്മൾ. അപ്പോൾ നമുക്ക് താഴെ കൊണ്ട് പാർക്ക് ചെയ്യാം. ഇവിടെ ഒട്ടും സ്ഥലമില്ല, പാർക്കിംഗ് ഫുള്ളായിരിക്കുകയാണ്. ഇവിടെ ഇഷ്ടം പോലെ പാർക്കിംഗ് സ്ഥലമുണ്ട്. പാർക്കിംഗ് സ്ഥലം ആരില്ലെന്ന് പറഞ്ഞാലേ നമ്മൾ കണ്ടുപിടിച്ചില്ല. അതാണ് സൂപ്പർ, നല്ല ഗുഡ് പാർക്കിംഗ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് മെയിനായിട്ട് പാർക്കിംഗ് കിട്ടിയിരിക്കണം. അതുണ്ടെങ്കിൽ നമുക്കൊരു കാറിന് സേഫ്റ്റി, നമുക്കൊരു ഇറങ്ങി പോകാനൊക്കെ സുഖമായിരിക്കുള്ളൂ. ഇത് എവിടെ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് പേടിച്ച് നിൽക്കണം ആരെങ്കിലും. ഇറങ്ങാട്ടോ. അപ്പോൾ സമയമുണ്ട്. 12 മണി സമയമുണ്ടല്ലോ ചേട്ടാ. 11 മണി സമയമുണ്ട്. രാവിലെ 5 to രാവിലെ 11 മണി വരെ കോവിലുണ്ട്. അതിനിടയ്ക്ക് നമ്മൾ വന്ന്
ശ്രീ തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം. ഓക്കെ, നമ്മളെ ബലിക്കുള്ള പ്രാർത്ഥന കഴിഞ്ഞായിരുന്നു. ഇപ്പോൾ നമ്മൾ നേരെ പോകുന്നത് പാപനാശി അരുവിയിലോട്ടാണ്. ചെറിയ അരുവിയാണ്, അവിടെ പോയി കുളിക്കണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് കാല് നനയ്ക്കും. തോടാണല്ലേ, അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് കാല് നനച്ചിട്ട് വരാൻ. അവിടെ പോയാണ് ഇത് ചെയ്യേണ്ടത്, ഒഴുക്കുള്ള ചെയ്യേണ്ടത്. അപ്പോൾ ബലിക്കുള്ള സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി എന്തെങ്കിലും ഉണ്ടോ, പൂജ എന്തെങ്കിലും മറ്റേ ഇത് പറ്റി പിണ്ടറക്കണൊക്കെ? അത് അവിടെ തരും. അവിടെ തരും. ജസ്റ്റ് ഒന്ന് കേട്ടാ അതിന് പാറാണ്. ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, ചിതാഭസ്മം ഇവിടെ ഒഴുക്കരുത്. അപ്പോൾ ബലി മാത്രമേ ഉള്ളൂ. ക്യാമറ എടുക്കുന്നുണ്ടോ? അതുകൊണ്ടാ അങ്ങോട്ട് ക്യാമറ യൂസ് ചെയ്യാൻ പാടില്ല. ഓഫ് ചെയ്യട്ടാ. ഓക്കെ, അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ബലിയൊക്കെ ഇട്ട് കഴിഞ്ഞു. എങ്ങനെയുണ്ട് ഫീലിംഗ്? എല്ലാ വർഷവും വരുന്നത് സൂപ്പർ. അതിന് സത്യം പറഞ്ഞാൽ കണ്ടുകൊണ്ട് എനിക്ക് തന്നെ ഒരു പ്രത്യേക ഒരു എന്താ പറയുക, ഒരു നമ്മളൊരു മനുഷ്യൻ്റെ അവസാനത്തെ ഒരു കർമ്മമാണത്. അതിനുള്ള മര്യാദ കൊടുത്തേ പറ്റും. അല്ല, ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളുടെ സാധാരണ ഒരിടത്ത് ബലിയിടുമ്പോൾ ഒരാൾക്ക് മാത്രമല്ലേ ബലിയിടുന്നത്, മരിച്ചുപോയ. ഇത് നമ്മുടെ കുടുംബത്തിൽ മരിച്ചുപോയ അജ്ഞാത പിതൃക്കൾ 7 തലമുറയിലുള്ള ആൾക്കാർ, നമ്മുടെ കൈ കൊണ്ട് മരണപ്പെട്ടു പോയ മൃഗങ്ങൾ, പക്ഷികൾ, അത് അവരുടെ എല്ലാ ആത്മാക്കൾക്ക് ചേർത്താണ് ബലിയിടുന്നത്. അപ്പം ഏത് സൈഡിൽ നിന്നുള്ള ശാപങ്ങളും പാപങ്ങളും ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ആർക്കെങ്കിലും ഇതുപോലെ ബലിയിടാൻ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ കോവിൽ വരിക, തിരുനെല്ലി കോവിൽ നല്ലൊരു ഫീലിംഗ് ആണ്. നല്ലൊരു എന്തെങ്കിലും ഗിൽറ്റി ഫീൽ ഉണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിനകത്ത് എന്തെങ്കിലും ആർക്കെങ്കിലും പാവം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞ് കുറച്ചൊക്കെ മാറിക്കിട്ടും. അതാണ് പാപനാശിനി അല്ലേ, പാപത്തെ നമ്മൾ നാശം ചെയ്യുകയാണ്, അതാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ എല്ലാം കഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നേരെ ഇനി റൂമിലോട്ട് പോകേണ്ടതാണ്. അതിന് മുമ്പായിട്ടൊരു ഉഗ്ര ലൊക്കേഷൻ ഉണ്ട്, കാണിച്ചു തരാം. ഇവിടെ പണ്ടൊന്നും പടിയൊന്നും ഇല്ലായിരുന്നു, മല കയറി പോകുമ്പോൾ കയറി പോകണം. അപ്പോൾ ഇത് സ്പോൺസർ ചെയ്ത ആൾക്കാരെ പേരൊക്കെ അവിടെ ഉണ്ട്. മുരളീധരൻ റേഡിയോ ഓഫീസർ, കേരള വനം വകുപ്പ്, അങ്ങനെ കുറേ വലിയ വലിയ ആൾക്കാരെ സ്പോൺസർഷിപ്പ് ഉണ്ട് ഈ പടിയിൽ, ഓരോ പടിയിൽ. ഈ ഒരു സംഭവം കണ്ട, കരിങ്കല്ല് കൊണ്ടുണ്ടാക്കിയ ഒരു പൈപ്പ് കണക്ഷനാണ് മലയെന്ന് പറഞ്ഞ വെള്ളം. ഇതിൻ്റെ മൊത്ത കഥയും ഇവിടെ ഒരു ബോർഡിൽ വെച്ചിട്ടുണ്ട്. പറ്റുന്നുണ്ടെങ്കിൽ പോസ്റ്റ് ചെയ്ത് വായിക്കാൻ നോക്ക്, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല. പിന്നെ കരിങ്കൽ പാപ്പി കിലോമീറ്റർ ദൂരെയുള്ള മലയിലാണ്. ഓക്കെ, നമ്മളങ്ങനെ അഗൈൻ നമ്മളെ റിസോർട്ടിലെത്തിയിട്ടുണ്ട്. ആരും കഴിക്കാൻ സമയം കാപ്പ് കുടിക്കേണ്ട വിശകടം. മണിപ്പത്ര 10 മണിയാവാറായി. തണ്ണിമത്തൻ പീസസ് ഉണ്ട്, പുട്ടുണ്ട്, പൂരിയുണ്ട്, ചെറിയ പൂരി കേട്ടാ. അപ്പോൾ ഇവിടെ ബ്രെഡ്, ബട്ടർ, ജാം കഴിച്ചു നോക്കാം. വിശക്കണം, വിശപ്പുണ്ട്, വെള്ളം ദാഹമുണ്ട്. നമ്മളൊക്കെ വിട്ടിട്ട് ഒറ്റയ്ക്ക് കഴിക്കണം അല്ലേ? എനിക്ക് ഞാൻ ഈ വിശന്ന് സത്യം വിട്ട് സത്യം പറഞ്ഞ വിശപ്പ് പോയിട്ടാ. ആദ്യം നല്ല വിശപ്പുണ്ടായിരുന്നു അവിടെ വെച്ച്. ഇവിടെ വന്നപ്പോൾ വിശപ്പെല്ലാം പോയി, കഴിക്കാൻ വലിയ മൂടില്ല. ഭയങ്കര വെള്ളം ദാഹമാണുള്ളൂ, അതാണ് ഇത് കഴിച്ചത് തണ്ണിമത്തൻ. ഇപ്പോൾ എന്ത് കഴിക്കാൻ? പുട്ടുണ്ട്, പൂരിയുണ്ട്. അതാണ് നല്ലത്. പൂരി എണ്ണയാണ്, രണ്ടിലും പായുണ്ട്. പുട്ട്, പൂരി, രണ്ടിലും പൂവുണ്ട് അല്ലേ? പൂവുണ്ട്. അടുത്ത ബ്രെഡും ബട്ടറും കഴിക്കുകയാണ്, കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ബ്ലോഗർമാർക്ക് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമുണ്ട്. എല്ലാം ക്യാമറ കൊണ്ട് എടുക്കാൻ നേരത്തെ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. അത് മെയിനായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റില്ല. അത് കാണിച്ചിട്ടേ പറ്റുമോ? അടുത്തത് പൂരിയും ബാജി കഴിക്കാൻ പോയാണ്. എല്ലാം കാണിച്ചില്ല, കഴിക്കണം. ഫുഡൊക്കെ പൊളിയടാ, സൂപ്പറായി. നേരെ മുതലാണ് കൊടുത്ത പൈസയ്ക്ക്. പുട്ടും പയറ് കറിയും. അപ്പോൾ ഇത് രാജേഷാണ്, നമ്മളെ കൂടെ നിൽക്കുന്ന എല്ലാ സപ്പോർട്ടും ഉണ്ട്. ഈ ഫുഡൊക്കെ എടുത്തു തന്ന പുള്ളിയാണ്. പുള്ളി കഴിച്ചില്ല, പോയി കഴിക്കാൻ സമയത്ത് ഉണ്ടല്ലോ ആഹാരം. മണി 10 മണി കഴിഞ്ഞു. അപ്പോൾ ഓക്കെ, ലൈഫ് അടിച്ച് പൊളിക്കണം ഗൈസ്. ലൈഫ് അടിച്ച് പൊളിക്കണം ഗൈസ്. കറക്റ്റാക്കി നിൽക്കണം. നമ്മളെ ചാനലിന്റെ പേര് KLT സുധീഷ് എന്നാണ്. എൻ്റെ പേര് സുധീഷാണ്. ഓക്കെ, യൂട്യൂബിൽ നോക്കിയാൽ KLT അടിച്ചാൽ കാണാം. ബൈ ബൈ. ഇപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ജോലി എന്ന് പറയുന്നത്, അടുത്ത ജോലി എന്താണ്? ഇവിടെ കിടന്ന് കറങ്ങി നടക്കേണ്ട തന്നെ. ഇവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് കാണിക്കാനായിട്ട്, എല്ലാം കാണിച്ചുതരാം. ഇപ്പോൾ ഇഷ്ടംപോലെ ഗെയിംസ് ഒക്കെ ഉണ്ട്. കണ്ടാ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇന്നലെ കാണിച്ചതൊക്കെ ഒന്നുകൂടെ കാണിച്ചുതരാം. ടേബിൾ ടെന്നീസ് ഉണ്ട്, ഇങ്ങനെ അടിച്ചു കളിക്കാം. ഇങ്ങനെ 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 അടിച്ചു കളിക്കാം. അപ്പുറത്തെ ആൾ വേണം അല്ലേ? ഇവിടെ ക്യാരം ബോർഡുണ്ട്. ഇത് കോയിൻസ്, ഇതിവിടെ വച്ചിട്ട് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ കറക്റ്റായി വീഴും. അയ്യേ, ഒന്നുകൂടെ അടുത്ത് വയ്ക്കണം. അയ്യേ, ഒന്നുകൂടെ ഇത് ഉറപ്പായി അടിക്കും. എന്തോ അത് ഇവിടെ വയ്ക്കാം. ഇതാണ് കറക്റ്റായി വീഴും. ടച്ച് പോയിട്ടാ, പണ്ട് ഞാൻ കളിക്കുമായിരുന്നല്ല പോലെ. ഈ സ്പീഡ് ഓടിപ്പോയി.
പക്ഷേ ടച്ച് വിട്ടും പോയല്ലോ, ഒന്നുമില്ല. അയ്യേ ഛേ, എന്തോ അത്, ഒരു പ്രാവശ്യം വീട്ടിൽ പോയാലേ സമാധാനമാവുള്ളൂ. സൂപ്പർ, അത്രേ ഉള്ളൂ. നമുക്കറിയാം, നമ്മൾ പണ്ട് പ്ലെയർ ആയിരുന്നു, ഇപ്പോൾ എല്ലാ ടച്ചും പോയി എന്ത് ചെയ്യാൻ. പിന്നെ ഇവിടെ കുറേ ഫോട്ടോസ് ഉണ്ട്, സീനറീസൊക്കെ, ആനയുടെയും ഇവിടെയൊക്കെ കൃഷി ജോലി ചെയ്യുന്ന ആൾക്കാരുടെ ഫോട്ടോസ്, ആദിവാസികളൊക്കെ. പിന്നെ പഴയ വീടും കാര്യങ്ങൾ കാട്ടുപോത്തുണ്ട്. നോ സ്മോക്കിംഗ് ഏരിയ, ഇവിടെ സേർട്ട് കളിക്കാൻ പാടില്ല കേട്ടല്ലോ, ഫുൾ ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ടേ. ഇപ്പോൾ ഇങ്ങോട്ട് വണ്ടി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വച്ചിരിക്കണം കേട്ടോ. അങ്ങനെയാണ് വ്ളോഗിൻ്റെ അകത്ത് എല്ലാം ഫില്ല് ചെയ്യണം, ഒന്നും സ്പേസ് ഇടാൻ പാടില്ല. നമ്മൾ എന്ത് പറഞ്ഞാൽ ഇവിടെ കളത്തെയാണ്, നമുക്ക് സത്യം പറഞ്ഞാൽ വ്ളോഗ് ചെയ്യാൻ മൂഡ് പറഞ്ഞില്ല. ഈ വീടിൻ്റെ പേര് പാർപ്പിടമാണ്. നമ്മളെ വീടിൻ്റെ പേര് എന്തോന്ന്, അശോകവനി അല്ലേ. ഇവിടെ ഒരു ഊഞ്ഞാലുണ്ട്, നമുക്ക് കിടന്നാടാം. വാ, എൻ്റെ അമ്മോ, ഇതാണ് കഴിക്കാൻ പാടില്ല. ആണല്ലേ, തീരെ പൊക്കം കുറവട്ടാ. ഇവിടെ ആടി നോക്കാം. വാ, പൊട്ടി വീഴോ അതേമേ, നാണക്കേടാണ് പൊട്ടി വീണ് കഴിഞ്ഞാൽ. സൂപ്പർ സൂപ്പർ ഏട്ടാ, സംഭവം പൊളി. അങ്ങനെ എയറിൽ പറക്കും പോലെയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രകൃതിയോട് നമ്മൾ ലയിച്ച് ജീവിക്കണം. അവിടെ പ്രവീൺ ചേട്ടാ എന്നെ കാണിക്കുകയാണ് ക്യാമറയ്ക്കകത്ത്. ചേട്ടാ സൂപ്പർ ഏട്ടാ, നല്ല കിടില ഫീൽ ഏട്ടാ, ചേട്ടാ പറക്കും പോലെ കേട്ടാ, അടിപൊളി. അയ്യോ, ഫോൺ കാണാനില്ലേ? ഫോൺ കാണാനില്ല, നമ്മളെ വിഷ്ണു ചേട്ടാ ഫോൺ എനിക്ക് തന്നില്ലല്ലോ. ഇല്ല, തന്നില്ല. കാറിലുണ്ടാ ഫോണ്? കാറിൽ വെച്ചാ? അയ്യോ, എൻ്റെ ഈ പേഴ്സ് തന്ന്, നിങ്ങൾ ഇത് തന്ന്, ചീപ്പ് തന്ന്. കോളേജ് പോട്ട്, ടവർ പോലും ഇല്ല, ആണ് ഏറ്റവും വിഷയം അല്ലേ. ഇങ്ങനെ കണ്ടുപിടിക്കും ഫോൺ നമ്മൾ എവിടെയാണെന്നുള്ളത്. നോക്കാം, കണ്ടുപിടിക്കാം. മിക്കവാറും കാറിൽ കാണുള്ളൂ, വേറെ പോയി. ഇവിടെ നോട്ടെ, അടുക്കിക്കകത്തില്ല. സത്യം പറഞ്ഞാൽ നമ്മൾ കോവിലിൽ തൊഴിൽ പുറത്തിറങ്ങിയ ശേഷമാണ് നമ്മൾ ആലോചിച്ചത് ഫോൺ എവിടെയാണെന്നുള്ളത്. ഇപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞ് മിക്കവാറും കാറിനകത്തായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ റൂമിലും വിചാരിച്ച്. കാറിലും ഇല്ല, റൂമിലും ഇല്ല. അപ്പോഴാണ് കൺഫേം ആയത് ഫോൺ കയ്യിൽ നിന്ന് മിസ്സായെന്നുള്ള കാര്യം. എന്തായാലും ഇനി വേറെ വിഷയമൊന്നുമില്ല, കോവിലിലേ കാണുള്ളൂ. കാണായി കോവിലെത്തില്ല നമ്മൾ. അപ്പോൾ നമ്മൾ കോവിലിൽ പോയി നോക്കിയിട്ട് വന്നായിരുന്നു, അവിടെ ഫോണൊന്നും ഇല്ല. മിക്കവാറും ഫോൺ വന്നിട്ട് റൂമിൽ കാണുള്ളൂ. എന്നാലും നമ്മൾ റൂമിൽ കാണും, അല്ലെങ്കിൽ പ്രവീൺ ചേട്ടൻ റൂമിൽ കാണും. എവിടെ മറന്നു വെച്ചിട്ടുണ്ട്, എവിടെ കറക്റ്റ് ഓർമ്മയില്ല. രാവിലെ ഈ തിരക്കിനിടയ്ക്ക് പെട്ടെന്ന് വിട്ടുപോയതാണ്. ശരി, കുഴപ്പമില്ല, കേട്ടും വിഷയമൊന്നുമില്ല. അവിടെ ഇല്ല കേട്ടോ, കൗണ്ടർ നോക്കിയില്ല. ഞാൻ താക്കോൽ പിടിക്കാൻ ഇവിടെല്ലോ വച്ചാ അലമാരക്കകത്തെന്തെങ്കിലും. ഇവിടെ ഒന്നുമില്ല. കുന്തം പോയാൽ കുടത്തിൽ തപ്പണം എന്നാണ്. ഓപ്പൺ ആവൂലേ? ഇവിടെ ഒന്നും ഇല്ലല്ലോ. ബാത്റൂം ഇല്ലട്ടാ? ഇല്ലല്ലേ, ബാത്റൂമൊന്നുമില്ല. എന്നാൽ എവിടെ പോയി സാധനം? ഇതൊന്നും വരാൻ ചാൻസ് ഇല്ലല്ലോ. അതെ, നമ്മൾ മുറിയിൽ ഫുള്ള് നോക്കിയായിരുന്നു, അവിടെ ഒന്നും ഫോണില്ല. അപ്പോൾ എന്തായാലും ഒന്നുകൂടെ കോവിലിൽ പോയിട്ടില്ല. അവർ മറ്റേ ബലിയിടുന്ന കൗണ്ടറുണ്ട്, അപ്പോൾ അവിടെ പോയി നമ്മൾ ചോദിച്ചു നോക്കാം ഒന്നുകൂടെ ലാസ്റ്റ് ആയിട്ട്. അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഫൈനൽ ചാൻസ് ഉണ്ട്, CCTV ക്യാമറ ഉണ്ട്, അതൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും കറക്റ്റ് എവിടെ മിസ്സായെന്നുള്ളത്. എന്തായാലും ശരിയാവും, ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ നമുക്ക് സോൾവ് ആകുമ്പോൾ എല്ലാം ഓക്കെ ആയിക്കോളും. ഈ ഓപ്പറേഷൻ്റെ പേരാണ് ഓപ്പറേഷൻ ഫോൺ.